ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബോക്സ് പ്ലേറ്റ് എന്നുള്ള ഒരു ഫുൾ പാവടെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മാഗസിനിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇതിന് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 19 ഇഞ്ച്. 19 ഇഞ്ച് ഒരു 4 ഇഞ്ച് കൂടുതലെടുക്കുക. ഇത് മുകളിൽ എങ്ങനെ മടക്കി പാവാട ഇതാക്കേണ്ടതെന്നുള്ളതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 19 ഇഞ്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലെങ്ങനെ ബോക്സ് പ്ലേറ്റ് ഇടണമെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ വയ്ക്കുന്ന പട്ട വേണം. അപ്പോൾ ആദ്യം ഇതിനെ ഒപ്പം കട്ട് ചെയ്തെടുക്കുക. പട്ടയ്ക്ക് നമുക്ക് 5 ഇഞ്ച് വീതിയിലാണ് വേണ്ടത്. അരയിഞ്ച് മടക്കി അടിച്ച് തൂക്കുവാനും 2 ഇഞ്ച് 2 സൈഡിലേക്ക് നിൽക്കണം. അപ്പോൾ 4 ഇഞ്ച് അങ്ങനെ 5 ഇഞ്ച്. ഇവിടെ ഇടുപ്പ് വണ്ണം 19 ആണ്. 19 21 രണ്ട് സൈഡ് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് പാവാടയുടെ പട്ട. നമുക്ക് ബോക്സ് പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഒരു 2 ഇഞ്ച് വീതിക്ക് 2 പീസ് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മളിതിനെ നാട വയ്ക്കാനായിട്ട് സെൻറ്റർ മടക്കി ഒരു ഫോൾഡ് ചെയ്തു, നടുവിലേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് വീണ്ടും ഒരു ഫോൾഡിങ്, സെൻറ്റർ മടക്കി ഉള്ളിലേക്ക് ഒന്ന് സെൻറ്ററിൽ വെച്ചു, തിരിച്ചതിനെ കവർ ചെയ്തിട്ട് വെച്ചു. ഇതുപോലെ 2 നാട, അതൊരു 10 ഇഞ്ച് തൊട്ടിട്ടൊരു 15 20 ഇഞ്ച് വരെ വയ്ക്കാം. നാട 2 സൈഡ് നാട വയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഈ ബോക്സ് പ്ലേറ്റ് എന്നുള്ള പാവാട വലിയ പെൺകുട്ടികൾക്ക് അടിക്കുമ്പോഴാണ് വൃത്തി. ഒരു 15 വയസ്സ് തൊട്ടിട്ടുള്ള പിള്ളേർക്ക് അടിക്കുമ്പോഴാണ്, അവരിടുമ്പോഴാണ് അത് ഭംഗി ഉണ്ടാവുക. അവരെ സീറ്റിൻ്റെ അതുവരയ്ക്കും ഞൊറി ടൈറ്റായി നിൽക്കും. നമുക്ക് വേണ്ടത് 19 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഈ കൂടുതലുള്ളതിന് 4 ഇഞ്ച് ഉണ്ട്. ഈ 4 ഇഞ്ച് നമ്മൾ ഫുൾ തുണിയിൽ മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ചിന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വലിയ സ്റ്റിച്ചിൽ നമ്മൾ ഈ ഫോൾഡ് ചെയ്തതിന് അടിക്കുക. അത് ഒരുപാട് ചെറിയ സ്റ്റിച്ച് വേണ്ട, വലിയ സ്റ്റിച്ച് വെച്ചിട്ട് അടിക്കും.
ഈ 4 ഇഞ്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അഴിച്ച് ലെങ്ത്ത് കൂട്ടാം പിള്ളേർക്ക്. ഇനി ഇതിലാണ് നമ്മൾ ഞെറിയിട്ട് കൊടുക്കേണ്ടത്. ഒരിഞ്ച് ജസ്റ്റ് അടിക്കുക. ഒന്നര ഇഞ്ച് വെച്ചിട്ട്, നമുക്കിപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് 1.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഈ 1.5 ഇഞ്ച് ഉള്ളിലേക്ക് പോകണം. ഇവിടെ നമ്മൾ ഈ 1.5 ഇഞ്ചിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടത് ഈ 1.5 ഇഞ്ചാണ്. ഇവിടെ നടുവിലത്തെ വിടുക, അതിൻ്റെ അടുത്തുള്ളത് എടുക്കുക. എന്നിട്ട് ഈ നടുവിലത്തെ വെച്ച് ഈ ഞെറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ വീണ്ടും 1 ഇഞ്ച്, ഈ 1.5 ഇഞ്ച് ഇവിടെ നടുവിൽ മാർക്ക് ചെയ്ത് ഉള്ളിൽ പോകണം. ആ ഞൊറിയുടെ മുകളിലേക്ക് നിൽക്കണം. ഇത് ഈ ഞൊറിയിൽ ഇങ്ങനെ വരും. ഇനി ഈ നടുവിലത്തെ പോയിൻ്റ് വിടുക, അടുത്ത പോയിൻ്റ് എടുത്ത് ഈ ഞൊറിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് ആ കുട്ടിയുടെ ചുറ്റളവ് 20 ആ 20 ചുറ്റളവ് കിട്ടുന്നവരെ ഇങ്ങനെ ചെയ്യും. ഈ 2 ഞെറികളും മുട്ടി നിൽക്കണം. മേലേക്ക് ഞെറി വെച്ച് കൊടുക്കും. ഗ്യാപ്പ് വരരുത്. ഇതിപ്പോൾ ഞാൻ എത്രയും അളവൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് 20 വരുന്നവരെ നമുക്കിത് ഇതുപോലെ ഞെറിയിട്ട് കൊടുക്കാം. ഇനി ഈ ഞെറികളെ നമ്മളിതവിടെ ഈ അടിച്ച് വെച്ച ഈ പോയിൻറ്റിലേക്ക്, ഈ ലൈൻ ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് മടക്കി അടിച്ചത്, അവിടേക്ക് വരെ ഇതിന് ഇങ്ങനെ ഒപ്പം വെച്ച് അടിക്കും. സൗണ്ട് വരും. ഇങ്ങനെ എല്ലാ ഞെറികളും ഉള്ളിലേക്ക് കറക്റ്റായി വെച്ച് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഞെറി അടിച്ചതിന് ശേഷം പട്ട വെച്ച് കൊടുക്കാം.
പട്ട നല്ല വശത്ത് വയ്ക്കുക. പട്ട അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പാവാടിൻ്റെ ഈ അടിച്ച ആ ഇത് വരെ, അല്ലെങ്കിൽ 3 ഇഞ്ച്, നമുക്കത് ഓപ്പൺ എത്ര വേണമെന്ന് വെച്ചാൽ ആ ഓപ്പൺ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓപ്പൺ ഇതുവരെയാണ് വെക്കുന്നത്. നമ്മൾ ഈ മടക്കി അടിച്ച ഒരു അടയാളം ഉണ്ടല്ലോ അതുവരെ, ഇതുവരെയാണ് ഞാൻ ഓപ്പൺ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പാവാടയും ഇവിടെ ഓപ്പൺ വെച്ച് മടക്കി അടിക്കുക. നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റിൽ കൊണ്ടുവന്ന് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അകലം ഇവിടെ ഉണ്ടാവണം. ഇനി നമുക്ക് ഇതിങ്ങനെ അടിച്ച് വെച്ച് ഒരു അടിയും കൂടി അടിക്കുക. ഇനി ഈ നമ്മളെ പട്ട പിന്നെ അതവിടെ ഈ ജോയിൻ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കി വെച്ച് അതിൻ്റെ ഒപ്പത്തിന് നിന്നിട്ട് ഈ പട്ട വരെ മടക്കി പിടിക്കുക. ഇത്രയും വീതിക്ക് ഉള്ളിൽ പോകണം. അപ്പോൾ ഇതിന് ഒന്ന് ഉള്ളിലേക്ക് മടക്കി, ഈ സ്റ്റിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കി വേണം നമ്മളിതിനെ ഇങ്ങനെ മടക്കി പിടിക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. ഈ നമ്മൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴെ വരെ അടിച്ച് നിർത്തിയതിന് ശേഷം തിരിച്ച് ഇതും അതേപോലെ ഫോൾഡ് ചെയ്യുക. ആ തുമ്പ് കുറച്ചുള്ളിലേക്ക് വെച്ച് തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് അടിച്ചുകൊണ്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ അടിച്ച് പഠിക്കുമ്പോൾ സ്ലിറ്റ് ഇടുമ്പോൾ നമുക്ക് വലിയ ബാധ്യതയായിട്ട് തോന്നില്ല, വേഗം ചെയ്യാൻ കിട്ടും. ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റ് ഇട്ട പോലെ. ഇനി ഇതിൻ്റെ അരിക്, ഈ പട്ടയുടെ ഒരു അരിക് 1/4 ഇഞ്ച് വീതിക്ക് മടക്കിയെടുക്കുക. ഇനി നമ്മൾ ഈ പാവാടയിലേക്ക് ഈ തുമ്പിനെ വെച്ച് കൊടുക്കുക.
ഇനി പാവാട ലൈറ്റായിട്ട് ഇതങ്ങനെ ലൈറ്റായിട്ട് വലിച്ചു പിടിക്കുക. ഈ തുമ്പ് വെറുതെ വെച്ച് കൊടുക്കുക. ഞാൻ എല്ലാ പാവാടയിലും പറയുന്നുണ്ട്, തുമ്പ് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അടിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ തുമ്പ് തള്ളി നിൽക്കും. അങ്ങനെ കൂടുതൽ കുറച്ച് തുണി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഞെറി ഇട്ട് കൊടുക്കുക. നമ്മൾ പാവാട ഇനി ഈ പട്ട വൃത്തിക്ക് നിൽക്കാൻ വേണ്ടി നമ്മൾ പതിച്ചടി കൊടുക്കും. അത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ 2 ചരട് ആദ്യമേ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഈ അരികിലൂടെ ഇവിടെ തുണികൾ എന്തെങ്കിലും ലൂസായി വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അത് ബാക്കിലേക്കാക്കി പതിച്ച് ഇതിവിടെ കൊണ്ടുവന്ന് നിർത്തി അടുത്ത നാട അതേപോലെ ഈ സൈഡും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ അടിച്ചില്ലേ പട്ട, അതിൽ ഒരു കുതിര, ഈ ഒറ്റ കുതിര നിൽക്കുന്ന ഒരു പകലിലെ അകലം, ഇതിൽ 2 ഉണ്ട് ഈ ഫുഡിൽ, അതിൽ 1ൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് അടിച്ച് വരിക. ആ സ്റ്റിച്ചിൻ്റെ അവിടുന്ന് ഈ ഒരു പല്ലിൻ്റെ അകലം വെച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമ്മളതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് അതേമാതിരി കൊണ്ടുപോകുക. വീണ്ടും നമ്മളിവിടെ പതിച്ചടിച്ചിട്ടുണ്ട്, അതിൻ്റെയും ഒരു പല്ലകലത്തിൽ അടിച്ചെടുക്കുക ചുറ്റിലും. തിരിച്ച് ഇതിൽ കൊണ്ട് ജോയിൻ ചെയ്യും. കഴിഞ്ഞു. നമ്മുടെ ബോക്സ് പ്ലേറ്റ് പാവാട റെഡി. ഇപ്പോൾ ബോക്സ് പ്ലേറ്റ് പാവാട എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് ഇതുപോലെ തന്നെ ഒരു ടക്ക് ഇടുന്ന ഒരു പാവാടയെപ്പറ്റി മനസ്സിലാക്കാം. അടുത്ത് കാണുന്നവർ താങ്ക് യു.